ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് ഞാൻ പറയുന്നത് സ്മോക്കിംഗ് ആണ്. അൺബിലീവബിൾ. ഇപ്പോൾ രാത്രി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ 100 പേര് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 90 പേര് സ്മോക്കേഴ്സ് ആയിരിക്കും. അവരാണ് രാത്രി ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് മാക്സിമം. ദാറ്റ് ഈസ് ആസ് ബാഡ് ആസ് ഇറ്റ് ഗെറ്റ്സ്. സിംഗുലർലി പറയുകയാണെങ്കിൽ ഒരു പാക്ക് ഇയേഴ്സ് എന്ന് പറയും. ഒരു പാക്ക് ഒരു കൊല്ലം വലിച്ച ഒരു പാക്ക് ഇയർ ഒരു 5 പാക്ക് ഇയർ കഴിഞ്ഞാൽ യു ആർ ഇൻ ബാഡ് ട്രബിൾ. സോ 5 പാക്ക് ഇയർ ഫിനോമിനലി ബാഡ് ട്രബിൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചില ഭാഗ്യവാന്മാരുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരില്ല, അങ്ങനെ രക്ഷപ്പെട്ടു പോകും. അവന് ക്യാൻസർ വരും. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഇനി ഹാർട്ട് അറ്റാക്കും ക്യാൻസറും വരാത്ത ഹതഭാഗ്യനുണ്ടെങ്കിൽ അവന് COPD എന്നുള്ളൊരു അസുഖം വരും. അത് കാരണം ശ്വാസം മുട്ടിയിട്ട് ഒരു 2 അടി നടക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ അനങ്ങാണ്ട് ബെഡിൽ കിടക്കണം. ഇങ്ങോട്ട് തിരിഞ്ഞ ശ്വാസം മുട്ടും, അങ്ങോട്ട് തിരിഞ്ഞ ശ്വാസം മുട്ടും. ഏതാണ് ദൈവം കരുതി വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. സോ സ്മോക്കിംഗ് ഈസ് സിംഗുലർലി ദ വേർസ്റ്റ് ഹാബിറ്റ് ദാറ്റ് യു കൻ എവർ ഡെവലപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യന്റ് സ്മോക്കർ ആണെങ്കിൽ അയാളെ കൊണ്ട് നിർത്തിച്ചിട്ട് അയാളുടെ പണിഷ്മെന്റ് അയാളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ നിന്ന് 5 പേരെ സ്മോക്കിംഗ് വിടിപ്പിക്കുക എന്നുള്ളത് അത്ര ബാഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ. സോ I hate smokers and I keep telling them, please don't do it, because this is singularly എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാക്കും, കണ്ണ് പോവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, സെക്ഷുവൽ ഡ്രൈവ് പോവും, കിഡ്നി പോവും, എല്ലാം പോവും. പിന്നെ ഇതിനെ വലിച്ചു കയറ്റണേ. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യാനോ അതോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്താനോ ഉണ്ടെങ്കിൽ അത് സ്മോക്കിംഗ്. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് തിങ് യു ക്യാൻ ഡു ടു യുവർ സെൽഫ് ഇൻ ദിസ് ലൈഫ്.